ഓ എന്താന്ന് അമ്മ ഇങ്ങനെ വായും പൊളിച്ച് നിൽക്കുന്നേ? കാര്യമായിട്ടാ ഞാൻ പറഞ്ഞ. ഈ ഡ്രസ്സിൽ കണ്ടാലേ ശരിക്കും ഹോട്ടലിലൊക്കെ ഉണ്ടാവില്ലേ സപ്ലയർ, അവരുടെ വേഷം പോലെ ഉണ്ട്. ആരടി ആരടി നിന്റെ സപ്ലയർ? വേണ്ട വേണ്ട നിൽക്കുമ്പോ തല കയറി നിറങ്ങിയാ നീ. അല്ല അതിന് അമ്മ എന്തിനാ ഇങ്ങനെ ദേഷ്യപ്പെടുന്നേ? ഇല്ലടി, ഞാൻ നിന്നെ കെട്ടിപ്പിടിച്ച ഒരു ഉമ്മ അങ്ങോട്ട് തരാം. ഓ സ്വന്തം അമ്മേനെ നോക്കി പറയാൻ പറ്റിയൊരു വർത്താനേ, സപ്ലയറെ പോലെ ഉണ്ട് പോലും. ഒരറ്റ വീക്കങ്ങ് തന്നിട്ടുണ്ടല്ലോ. എന്റെ മോത്ത് പൗഡർ ഇട്ട് വെളുപ്പിച്ച് വെച്ച ഇതൊക്കെ അല്ലേ, അതൊക്കെ മാറി നല്ല ചോന്ന പാടി വരും. കാണാൻ എനിക്ക് അമ്മ അമ്മയല്ലടി കുമ്മ. ചുമ്മാതല്ല ചെറിയ പിള്ളേർക്ക് രണ്ടിനും നിന്നെ കണ്ടുകൂടാത്ത ഇമ്മാതിരി സ്വഭാവല്ലേ. ഇതുപോലത്തെ വർത്താനായിരിക്കും ഈ ഐറ്റങ്ങളോടും പറയല്. അമ്മ അമ്മ എന്താ ഇങ്ങനെ പറയുന്നേ? ഞാൻ അങ്ങനെ ഒന്നും ഉദ്ദേശിച്ച് പറഞ്ഞല്ല. അമ്മ സുന്ദരിയാ, പക്ഷെ അമ്മേന്റെ വേഷമൊന്നും ഇപ്പോഴത്തെ ട്രെൻഡിങ്ങിൽ വരുന്ന വേഷമൊന്നും അല്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഓരമ്മയൊക്കെ ഫാഷൻ പരേഡുകളിലൊക്കെ സ്ഥിരമായിട്ട് പങ്കെടുക്കുന്നവരാ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അമ്മയ്ക്ക് വേറൊരു ഡ്രസ്സ് ഞാൻ കാണിച്ചു തരാം, അമ്മ അത് ഇട്ടോ. ഈ പറയുന്നിട്ട് ഇത് ഞാൻ എടുത്തിട്ടില്ലേ? ഈ കോലത്തേക്ക് കാണിക്കാൻ പറ്റെങ്കിലേ ഈ കാണിച്ചാൽ മതി ഇത് എന്റെ അമ്മയാന്ന് പറഞ്ഞിട്ട്. അല്ലെങ്കിൽ ഈ കാണിക്കണ്ടടി. ഓളെ ഒരു ഫാഷൻ പരേഡ് എന്നെ കൊണ്ടൊന്നും പറയിക്കണ്ട. ഓ ഈ അമ്മ എല്ലാം കൊളാക്കല്ലോ. അതന്നെ എനിക്കും പറയാനുള്ളേ. മര്യാദയ്ക്ക് വർത്താനം പറഞ്ഞോളേണ്ടി, ഇല്ലെങ്കിൽ ഫ്രണ്ട്സ് വരുമ്പോ ഞാൻ തന്നെ എല്ലാം കൊളാക്കി കൈ തരും. പറഞ്ഞേക്കാം. അമ്മ എന്താ അമ്മ ഇങ്ങനെ പറയുന്നത്? അവരിവിടെ എത്താനായി. അതിനിപ്പോ ഞാൻ എന്താക്കുന്നടി, താലം കുത്തി നിൽക്കണോ? ഓ അമ്മ വേഷം മാറുന്നില്ലേ? വേണ്ട, ഇതന്നെ മതി. ഇത് രസമുണ്ട്. ഞാൻ കുറച്ചുകൂടി നല്ല ഇട്ടോട്ടെ എന്ന് കരുതിട്ട് ചുമ്മാ പറഞ്ഞ അമ്മേ. അവളുടെ ഒരു ചുമ്മാ പറച്ചില്. അമ്മ ഷെയ്ക്ക് ഉണ്ടാക്കിയോ? ഷെയ്ക്ക് ഉണ്ടാക്കിയൊക്കെ ഫ്രിഡ്ജിൽ വെച്ചിന്. എന്റെ കൂട്ടുകാർ വരുമ്പോ എയ്യൻ എടുത്ത് കൊടുത്തോ. താങ്ക്സ് അമ്മ. വേഗം സ്ഥലം വിട്ടോ, അതൊക്കെ നല്ലത്. മക്കളെ വാ ഇരിക്കേ. ഹായ് ആന്റി, വേർ ഈസ് പ്രിയ? പ്രിയ ഇവിടെ ഉണ്ട്, ഇപ്പൊ വരും. നിങ്ങൾ ഇരിക്കേ. പിങ്കി കം ഓൺ, ഇരുന്നോളൂ. ഞാൻ പോയിട്ട് പ്രിയമോളെ വിളിച്ചിട്ട് വരാം. ഓക്കെ ആന്റി. അമ്മോ എന്തൊരു വേഷവും പത്രാസാണ് ഈറ്റിങ്ങൾക്ക്. വെറുതെ അല്ല പ്രിയ എങ്ങനെയായത്, ഈറ്റിങ്ങളെ കൂടെയല്ലേ നടക്കുന്നത്. മോളെ പ്രിയേ. ലൂസി, പ്രിയ പറയുന്ന പോലെ തന്നെ സൂപ്പർ വീടാണല്ലോ അല്ലേ? ഹാ, നോട്ട് ബാഡ്. വാ നിങ്ങൾ ഇരിക്കേ. ഓ ഇതേതാ ഈ ചെക്കൻ? പ്രിയക്കൊരു ബ്രദറും സിസ്റ്ററും ആണെന്നല്ലേ നമ്മളോട് പറഞ്ഞത്. ഇനിയിപ്പം അവളുടെ ബ്രദർ ആയിരിക്കോ? ഏയ് ലുക്ക് അറ്റ് ഹിസ് ക്ലോത്ത്സ്, ഹി ഈസ് സോ ഡേർട്ടി. ഏയ് പ്രിയയുടെ ബ്രദർ ഒന്നും ആയിരിക്കില്ല. വല്ല സെർവൻസിന്റെയും മക്കളാവാനായി വഴിയുള്ളൂ. ആരാ? ഓ നീ ആരാ? ഞങ്ങളോട് ആരാന്ന് ചോദിക്കാൻ? വേലക്കാരെ, അവരുടെ ജോലി ചെയ്താൽ മതി. ആ വേലക്കാരല്ല. പിന്നെ നീയാണോ ഈ വീടിന്റെ ഓണർ? എടാ ചെക്ക, പോയിട്ട് പ്രിയനെ വിളിച്ചിട്ട് വാ. എടി നോക്കടി, ഈ ചെക്കൻ്റെ ഒരു അഹങ്കാരം കണ്ടില്ലേ? പ്രിയ ഇങ്ങോട്ട് വരട്ടെ. ഇവനെ ഇവന്റെ അമ്മനെ ഇന്നലെ ഇവിടുന്ന് പുറത്താക്കാൻ പറയാം. ഓ പ്രിയ എങ്ങനെയാണോ ഇവരൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുന്നത്? അയ്യോ നോ, പ്രിയ ഈസ് എ പ്യോർ സോൾ, ഷീ ഈസ് സോഫ്റ്റ് ഹാർട്ടഡ്. ദാറ്റ്സ് വൈ ഇവരൊക്കെ മുതലെടുക്കായിരിക്കും. ഈ പെണ്ണുങ്ങളൊക്കെ പ്രിയ ചേച്ചിന്റെ ഫ്രണ്ട്സ് ആയിരിക്കും. പ്രിയ ചേച്ചിന്റെ അതേ സ്വഭാവം ഇതുങ്ങൾക്കൊക്കെ. അപ്പൊ കുട്ടാ, എന്റെ പാറ ചേച്ചി വരുന്നുണ്ട്. നിങ്ങളെ പോസ് സ്റ്റൈലാക്കിലൊക്കെ ഇപ്പൊ ചേച്ചി മാറ്റി തരും, നോക്കിക്കോ. അപ്പൊ നീ എവിടെയാ ചേച്ചി? എടാ ഞാൻ നിന്നെ എവിടെയൊക്കെ അന്വേഷിച്ചു, നീ ഇവിടെ വന്നിരിക്കാം. എടോ ഇത് പ്രിയയുടെ സിസ്റ്റർ അല്ലേ പാറു? പാറു അല്ലേ നമ്മളെ ഇൻവൈറ്റ് ചെയ്തത്? ഹായ് പാറു. നിങ്ങൾ എത്തിയാ? ഹായ് ഹലോ. എന്താ പാറു, എന്ത് ഡ്രസ്സാണ് ഇത്? ഇതെന്താ ഇങ്ങനത്തെ ഡ്രസ്സില്? എന്തെങ്കിലും ഫാൻസി ഡ്രസ്സിന്റെ റിഹേഴ്സൽ ആണോ? ഫാൻസി ഡ്രസ്സോ? അതെന്താ അങ്ങനെ ചോദിച്ചേ? അല്ല ഇങ്ങനത്തെ ഡ്രസ് ഇട്ടുകൊണ്ടാ ചോദിച്ചേ. ഈ ഡ്രസ്സിന് എന്താ കുഴപ്പം? ഞാൻ സ്ഥിരമായിട്ട് വീട്ടിൽ നിന്ന് ഈ ഡ്രസ്സാണല്ലോ ഇടുന്നേ. വാട്ട്? പ്രിയ അങ്ങനെയല്ലല്ലോ പറഞ്ഞത്. അതൊന്നും എനിക്ക് അറിയത്തില്ല. ഞാനും അപ്പക്കുട്ടനും ഇതുപോലത്തെ ഡ്രസ് തന്നെ ഇടാറുള്ളത്. അപ്പൊ പ്രിയ പറഞ്ഞതൊക്കെ കള്ളമാണെന്നാണോ? പ്രിയ ചേച്ചി വരുമല്ലോ, അപ്പൊ നേരിട്ട് ചോദിച്ചു നോക്ക്. അപ്പൊ കുട്ടാ നോക്ക്, ഇതുങ്ങളെ കൂടെ കൂടിയിട്ടാണ് പ്രിയച്ചിക്ക് ഇങ്ങനത്തെ വൃത്തിയുടെ സ്വഭാവമായത്. ഇന്നത്തോടെ മിക്കവാറും പ്രിയച്ചി ഇവരെ രണ്ട് പാർട്ടാവും. ഹലോ ഫ്രണ്ട്സ്, എടീ പ്രിയ വന്നു. വാ പ്രിയ, യു ലുക്ക് സോ ബ്യൂട്ടിഫുൾ. താങ്ക് യു. സോറി ഫ്രണ്ട്സ്, നിങ്ങൾ വന്നത് ഞാൻ അറിഞ്ഞില്ല. ഞാൻ അകത്ത് കുറച്ച് ബിസി ആയിരുന്നേ. ഓ പ്രിയ, ഈ ഡ്രസ്സിൽ നിന്നെ കാണാൻ സൂപ്പർ ആയിട്ടുണ്ട്. ഓ റിയലി? ഈ ഡ്രസ്സൊക്കെ ഞാൻ ഇവിടെ സ്ഥിരമായിട്ട് ഇടുന്നയാ. വാട്ട്, ഈ ടൈപ്പ് ഓഫ് ഡ്രസ് ആണോ നീ വീട്ടിലിടുന്നേ? പൊതുവെ ഞാൻ ഇതിലും ബെറ്റർ ആയിട്ടുള്ളതാ ഇടാറ്. മൈ ഗോഡ്. അപ്പക്കുട്ടാ ചേച്ചി തള്ളു തുടങ്ങിയടാ. പിടിച്ചിരുന്നു, അല്ലെങ്കിൽ ഇപ്പൊ വീഴും. ബട്ട് പ്രിയ, നിന്റെ സിസ്റ്റർ എന്താണ് ഇതുപോലെ ഡ്രസ് ചെയ്തിരിക്കുന്നത്? നീ ഇങ്ങനെയൊന്നല്ലല്ലോ പറഞ്ഞിട്ടുള്ളത്. ഞങ്ങൾ വിചാരിച്ചു ഇവിടുത്തെ സെർവൻസിന്റെ മക്കളാരെങ്കിലും ആയിരിക്കുമെന്ന്. അത് പിന്നെ ഇവരെന്നെയാണോ ശരിക്കും നിന്റെ ബ്രദറും സിസ്റ്ററും? അതെ, നീ ഇങ്ങനെയൊന്നല്ലല്ലോ പറഞ്ഞിട്ടുള്ളത്. അത് പിന്നെ ആക്ച്വലി ഞാൻ ഒറ്റമോളാണ്. വാട്ട്? അപ്പൊ നിനക്ക് സിസ്റ്ററും ബ്രദറും ഉണ്ടെന്ന് പറഞ്ഞത് മാത്രമല്ല, പാറു നിന്റെ സിസ്റ്റർ ആണെന്നാണല്ലോ നീ പറഞ്ഞിട്ടുള്ളത് സ്കൂളിൽ വെച്ച്. അത് പിന്നെ ആക്ച്വലി ഇവർ രണ്ടുപേരും ഓർഫൻസ് ആണ്. എൻ്റെ അച്ഛനും അമ്മയാണ് അവരുടെ കാര്യങ്ങളൊക്കെ ടേക്ക് കെയർ ചെയ്യുന്നത്. പിന്നെ അവർ ഓർഫൻസ് ആണെന്ന് പറയാൻ എനിക്ക് ഇഷ്ടമല്ല. യു നോ, ഐ ലവ് ദം. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. വാവ് പ്രിയ, യു ആർ സൂപ്പർബ്. ഓ പ്രിയക്ക് മാത്രമേ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റൂ. പക്ഷെ ഇവരത് ഡിസേർവ് ചെയ്യുന്നു തോന്നില്ല കേട്ടോ. ഭയങ്കര ചാടയാണ്, ഭയങ്കര അഹങ്കാരമാണ് ഇവർക്ക്. അത് പിന്നെ നിങ്ങൾ കേട്ടിട്ടില്ലേ പറയുന്നേ, അട്ടയെ പിടിച്ച് മെത്തേ കിടത്തി കിടക്കത്തില്ലെന്ന്. അതുപോലെ ഇവരുടെ രണ്ടുപേരുടെയും കാര്യം. നമ്മൾ എത്ര നല്ല ഡ്രസ്സും എന്ത് കൊടുത്തിട്ടും കാര്യമില്ല. ഇവരുടെ ആ ഒരു ജനറ്റിക്സിന്റെ പ്രോബ്ലം. ഇവർ ഇങ്ങനത്തെ വേഷമൊക്കെ ഇട്ടേ നടക്കത്തുള്ളൂ. കണ്ടാത്തൊന്നും ഇവിടുത്തെ സെർവൻസിന്റെ മക്കളാണെന്ന്.
പക്ഷെ പ്രിയ എന്റെ ഡാഡിയും മമ്മിയാണ് ഇങ്ങനെ ഓർഫൻസിനൊക്കെ ടേക്ക് കെയർ ചെയ്യാൻ നോക്കുന്നെങ്കിൽ ഞാൻ എന്തായാലും അത് സമ്മതിക്കില്ല. എനിക്ക് ഇഷ്ടമല്ല അതൊന്നും. ഓ പാവങ്ങളല്ലേ, ജീവിച്ചു പോട്ടെ, ഞാൻ അത്രേ വിചാരിക്കുന്നുള്ളൂ. വാവ്, ഓ സോറി, നിങ്ങൾ വന്നിട്ട് ഞാൻ ഒന്നും തന്നില്ലല്ലോ. ഒരു മിനിറ്റ് മമ്മി. മമ്മിയാ അതെപ്പാ മോളെ ഇത് കൊടുക്കേ. അപ്പൊ കൂട്ടാ ഇത് ആരടാ? ഇത് ഏതാ മമ്മി? പ്രിയച്ചിക്ക് വേറെ മമ്മി ഉണ്ടാ? എന്താ നോക്കുന്നേ? കുടിക്കുന്നേ. ഇന്നിവിടെ ഇതേ ഉള്ളൂ കേട്ടോ. ഇന്ന് ഇവിടുത്തെ സെർവന്റ് ലീവാ, അതുകൊണ്ടാ പറ്റിയത്. നിങ്ങൾ മുന്നേ പറഞ്ഞല്ലോ വന്നേ. ഞങ്ങൾ ആദ്യമേ ലീവ് അപ്രൂവ് ചെയ്തു പോയി. പിന്നെ ഇപ്പൊ എന്താ ചെയ്യാ? അപ്പൊ കൂട്ടാ ഇത് നമ്മുടെ അമ്മയല്ലേ? പ്രിയച്ചിനെ പോലെ അമ്മ വേഷം കിട്ടിയാ? എന്റെ അമ്മ എന്തങ്ങനെ? എനിക്ക് പറ്റത്ത അമ്മനെ മതി, സാരി എടുക്കുന്ന അമ്മനെ മതി എനിക്ക്. പ്രിയയുടെ ഡാഡി ഇവിടെ ഇല്ലേ? അല്ല, ഡാഡി ജസ്റ്റ് ഒന്ന് അമേരിക്ക വരെ ഒരു മീറ്റിങ്ങിന് പോയതാ. 2 ദിവസം കഴിഞ്ഞ് വരും. അമേരിക്കയിലാ? നാരായണേട്ടന്റെ കടയിൽ പോയതല്ലേ ചേച്ചി? അതേക്കും ചിലപ്പോ പ്രിയേച്ചീന്റെ അമേരിക്ക. പിന്നെ പ്രിയ, നിന്റെ വീടൊക്കെ സൂപ്പർ ആയിട്ടുണ്ട്. നീ പറഞ്ഞപ്പോ ഞങ്ങൾ ആദ്യം വിചാരിച്ചത് നീ കുറച്ച് കൂട്ടി പറയാണെന്നാ. പക്ഷേ ഇറ്റ്സ് റിയലി ബ്യൂട്ടിഫുൾ. ഹോ യു നോ, ഇത് ഞങ്ങളുടെ ചെറിയൊരു ഗസ്റ്റ് ഹൗസ് മാത്രമാണ്. ഞങ്ങൾ ആക്ച്വലി ഇവിടെയല്ല ശരിക്കുള്ള വീട്. അതങ്ങ് എറണാകുളം ടൗണിലാണ്. ഞങ്ങൾ പക്ഷേ ഇവിടെയാണ് സ്റ്റേ ചെയ്യുന്നത്. എന്റെ ഡാഡിക്ക് ചെറിയ വീടാ ഇഷ്ടം, അതുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ താമസിക്കുന്നത്. മൈ ഗോഡ്, ചെറിയ വീട് എങ്ങനെയാണെങ്കിൽ വലിയ വീട് എങ്ങനെയായിരിക്കും പ്രിയ? ചേച്ചി, പ്രിയേച്ചി തള്ളി തള്ളി എങ്ങോട്ടാ പോകുന്നേ? ചേച്ചിയല്ലേ ഇത് കൊളാക്കെന്ന് പറഞ്ഞത്? ചേച്ചി എന്താ ഒന്നും മിണ്ടാതിരിക്കുന്നേ? ഞാനാകെ സ്റ്റെക്കായി പോയതാടാ അപ്പുകുട്ട. ഇത് നമ്മുടെ പ്രിയേച്ചി തന്നെയാണ്. എന്തൊക്കെയാ തള്ളി മറിക്കുന്നേ? നമ്മുടെ അച്ഛൻ എപ്പോഴാണ് അമേരിക്ക പോയേ? പ്രിയ സ്കൂളിൽ ടൂർ പോകുന്നുണ്ട്, അറിയാലോ? ഓ നോ, ഞാൻ വരത്തില്ല എന്ന് ഞാൻ മുൻപേ പറഞ്ഞതല്ലേ. ഡാഡി എന്നെ ഇതുപോലെ ലോക്കൽ പ്ലേസസിലേക്കൊന്നും വിടത്തില്ല. യുനോ, ഞങ്ങള് വല്ല ലണ്ടനിലോ UK-ലോ അങ്ങനെയൊക്കെയാണ് ട്രിപ്പ് പോവാറ്. പക്ഷേ ഇത് നമ്മുടെ +2 ലാസ്റ്റ് ടൈം അല്ലേ? നീ കൂടെ ഉണ്ടെങ്കിൽ ഒരു രസമുള്ളൂ. നോക്കട്ടെ, ഞാൻ ഡാഡിയോട് ഒന്ന് പറഞ്ഞു നോക്കാം. പക്ഷെ എനിക്ക് ഫോഴ്സ് ചെയ്യാൻ പറ്റില്ല. ഓ, നിന്റെ ലൈഫ് സ്റ്റൈലൊക്കെ കണ്ടിട്ട് ഞങ്ങൾക്ക് ആകെ കൊതിയാവുന്നു പ്രിയ. ജീവിക്കുകയാണെങ്കിൽ നിന്നെ പോലെ ജീവിക്കണം. ഞങ്ങൾക്ക് കൊതിയാവുന്നു. പ്രിയ, നിന്റെ വീട്ടിൽ സ്വിമ്മിംഗ് പൂൾ ഉണ്ടെന്ന് നീ പറഞ്ഞില്ലായിരുന്നോ? അത് മുകളിലാണ്. അവിടെ കുറച്ച് കൺസ്ട്രക്ഷൻ വർക്ക് പെൻഡിങ് ഉണ്ട്. അതിന്റെ വർക്ക് നടത്തോണ്ടിരിക്കുക. അതുകൊണ്ട് ഇപ്പൊ അങ്ങോട്ട് പോയാലേ ഫുള്ള് പൊടിയായിരിക്കും. പിന്നെ വരുമ്പോ കാണിച്ചു തരാം നിങ്ങക്ക്. ഓക്കെ. സ്വിമ്മിംഗ് പൂളാ? അപ്പുറത്തെ പറമ്പിലുള്ള കോളല്ലേ ഇവിടെ ഉള്ളൂ? ആ പാർക്കിലൊരു സ്വിമ്മിംഗ് പൂൾ ഉണ്ടല്ലോ, ചിലപ്പോ അതായിരിക്കും. പ്രിയ, നെക്സ്റ്റ് വീക്ക് എന്റെ ബർത്ത്ഡേ ആണ്, അറിയാലോ? ഓ ഷുവർ, ഞാൻ എന്തായാലും വരും. ചുമ്മാ വന്നാൽ മാത്രം പോരാ, യു ഹാവ് ടു സ്റ്റേ വിത്ത് മീ, ഓക്കെ? ഓ, അത് എനിക്ക് ഡാഡിയോടും മമ്മിയോടും പെർമിഷൻ വേണം. ഞാൻ ചോദിക്കട്ടെ. നിങ്ങൾ എല്ലാവരും എന്റെ വീട്ടിൽ എന്റെ കൂടെ നിൽക്കാന്ന് പറഞ്ഞോണ്ടാ ഈ വട്ടം ബർത്ത്ഡേ അടിപൊളിയാക്കി ഗ്രാൻഡ് ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യാന്നൊക്കെ ഞാൻ വിചാരിച്ചിരിക്കുന്നത്. ഇനി വാക്ക് മാറരുത്. ഇല്ല, ഞാൻ മാക്സിമം ട്രൈ ചെയ്യാം. മോളെ ചേച്ചി പെട്ടടാ, പെട്ട്. അമേരിക്ക പോയ നമ്മുടെ അച്ഛൻ വരുന്നുണ്ട്. പ്രിയ, ഹൂസ് ദാറ്റ്? ഓ, ഒറ്റെണ്ണത്തിന് ചെവി കേൾക്കൂലേ? പാറോ, അപ്പുകുട്ടാ, എടേ സോലോ, ഒന്നുകൊണ്ട് വന്നേ. ചേച്ചിന്റെ അമേരിക്കയും ലണ്ടനും UK-യും ഒക്കെ ഒരുമിച്ച് തവിടുപൊടി ആവുന്നത് കണ്ടന്റെ അപ്പുകുട്ടാ. ഞാനൊന്നും ചെയ്യാത്തന്നെ അച്ഛൻ ഈ പദ്ധതി ഒക്കെ ഇപ്പൊ പൊളിക്കും. ഈശ്വരാ, എല്ലാം കയ്യിന്ന് പോയല്ലോ. What happened, പ്രിയ?